വിജയ് ടിവിയിൽ ആങ്കറായി തുടങ്ങി പിന്നീട് ഒരു നായക പരിവേഷത്തിലേക്ക് ഉയർന്ന തമിഴ് സെൻസേഷനാണ് ശിവ കാർത്തികേയൻ. സാധാരണഗതിയിൽ കോമഡി നടന്മാർ നായകനാവുക എന്ന ശീലം തമിഴ് സിനിമയ്ക്കില്ല. ഈ ഒരു കൾച്ചർ താൻ മലയാള സിനിമയിൽ നിന്നാണ് പ്രചോദനമായി കണ്ടുപഠിച്ചതെന്ന് ശിവ കാർത്തികേയൻ പറയുന്നു. അത്തരം കഥാപാത്രങ്ങളിലൂടെ നായക നടനിലേക്ക് വളർന്നിട്ടുള്ള മലയാള സിനിമ താരങ്ങൾ തൻ്റെ വളർച്ചയ്ക്ക് പ്രചോദനമായിട്ടുണ്ടെന്ന് നടൻ പറയുന്നു. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി നടത്തിയ ഫ്രം സ്മോൾ സ്ക്രീൻ ടു ബിഗ് ഡ്രീംസ് എന്ന സെക്ഷനിൽ ഖുശ്ബുവിനോട് സംസാരിക്കുകയായിരുന്നു ശിവ കാർത്തികേയൻ. തമിഴ്നാട്ടിൽ മലയാളം ഇൻഡസ്ട്രിയിലെ പോലെ ഒരു കൾച്ചർ അല്ല ഉണ്ടായിരുന്നത്. മലയാളത്തിൽ മിമിക്രി ആർട്ടിസ്റ്റായി വന്ന് നാഷണൽ അവാർഡ് വരെ നേടിയ താരങ്ങൾ അവിടെയുണ്ട്. നമ്മുടെ സലിംകുമാറിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അവരിൽ നിന്നെല്ലാം ഞാൻ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ തമിഴ്നാടിന് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മീഡിയ ഇൻഡസ്ട്രിയിലേക്ക് കയറാനുള്ള ഒരു എൻട്രിയായാണ് ഞാൻ മിമിക്രിയെ കണ്ടത്. പിന്നീടാണ് ഒരു അവതാരകനാകാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ടെലിവിഷനിൽ അവതാരകനായി ഞാൻ പോകാനുള്ള ഒരേ ഒരു കാരണം എന്തെന്നാൽ 1 മണിക്കൂർ ഷോയിൽ ഉടനീളം ആ അവതാരകൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മത്സരാർത്ഥി വരുന്നത് 10 മിനിറ്റിലേക്കാണെങ്കിലും അവതാരകൻ ആ ഷോയെ മുഴുനീളെ നയിക്കാനായി ഉണ്ടാവും. നമുക്ക് സ്പോൺസേഴ്സിന്റെ പേരും ഷോയുടെ പേരുമെല്ലാം ആവർത്തിച്ച് പറയേണ്ടി വരുന്നതിനാൽ അവർക്ക് നമ്മളെ എഡിറ്റ് ചെയ്ത് കളയാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ എൻ്റെ മുഖം ആളുകൾക്ക് പരിചിതമായി മാറും എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ചിന്ത, ശിവ കാർത്തികേയൻ പറഞ്ഞു. അതേസമയം ശിവ കാർത്തികേയൻ നായകനായ അമരൻ ബോക്സ് ഓഫീസിൽ 300 കോടിയും കടന്ന് മുന്നേറുകയാണ്. ഈ വർഷത്തെ കോളിവുഡ് ചിത്രങ്ങളുടെ ടിക്കറ്റ് വിൽപ്പനയിൽ ബുക്ക് മൈ ഷോയിൽ അമരൻ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏകദേശം 17.7 ലക്ഷം ടിക്കറ്റുകളാണ് വിജയുടെ ദ ഗോട്ടിൻ്റെതായി നേരത്തെ വിറ്റഴിഞ്ഞിരുന്നത്. ഇതിന്റെ റെക്കോർഡാണ് അമരൻ വെട്ടിച്ച് ഒന്നാമതെത്തിയത്. സിനിമയുടെ ജനപ്രീതി കണക്കിലെടുത്ത് ചിത്രം OTTയിൽ എത്താൻ വൈകുമെന്നും ശിവ കാർത്തികേയൻ സൂചിപ്പിക്കുന്നു.